കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. അപകടക്കിണിയൊരുക്കി താനൂർ ദേവതാർ മേൽപ്പാലം. പുറത്തേക്ക് തള്ളി യാത്രക്കാർക്ക് അപകടം തീർത്ത ഇരുമ്പ് പട്ടകൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് മുറിച്ചുമാറ്റി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അസ്കറിന്റെ നേതൃത്വത്തിലാണ് പട്ടകൾ മുറിച്ചുമാറ്റിയത്. ഇരുമ്പ് പട്ടകളിൽ തട്ടി ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ എത്രയും വേഗം തയ്യാറാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അസ്കർ ആവശ്യപ്പെട്ടു. താനൂർ ദേവതാർ മേൽപ്പാലത്തിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടം തീർത്ത ഇരുമ്പ് പട്ടയാണ് ഫയർഫോഴ്സ് സംഘവും പോലീസും ചേർന്ന് മുറിച്ചുമാറ്റിയത്. മാസങ്ങളായി പാലം അപകട ഭീഷണിയിലാണ്. സ്ലാബുകൾക്കിടയിൽ വലിയ രൂപത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ട ഇരുമ്പ് പട്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇരുമ്പ് പട്ടകളിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ശനിയാഴ്ച രാവിലെയാണ് പാലത്തിന്റെ മധ്യഭാഗത്തായുള്ള ഇരുമ്പ് പട്ട പൂർണ്ണമായും പുറത്തേക്ക് തള്ളിയത്. ഇതിൽ തട്ടി ഒരു ബൈക്കും മറ്റൊരു വാഹനവും അപകടത്തിൽപ്പെട്ടതോടെയാണ് ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടത്. നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അസ്കറും വൈസ് പ്രസിഡന്റ് K ഫാത്തിമ ബീവിയും സ്ഥലത്തെത്തി. പട്ട നാട്ടുകാർക്ക് മുറിച്ചു മാറ്റാൻ കഴിയാതെ വന്നതോടെയാണ് ഫയർഫോഴ്സിന് വിവരം നൽകിയത്. താനൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് പട്ട മുറിച്ചു നീക്കുകയായിരുന്നു. താനൂർ SI NR സുജിത്തും സ്ഥലത്തെത്തി. പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും സമരങ്ങൾ നടത്തിയിട്ടും പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെയും തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അസ്കർ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ബീവി പറഞ്ഞു. അപകടകരമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഞങ്ങൾ പോലീസിനെയും എഞ്ചിനീയറിംഗ് വിങ്ങിനെയും എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് ആ റാഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ക്യാമറയിൽ ഇങ്ങോട്ട് നോക്കിയാലും അറിയാം. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇതാണ് ഒരു ബ്രിഡ്ജിൻ്റെ അവസ്ഥയാണിത്. ഇത്ര അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്നത് അധികാരികൾ ഇതിൽ കണ്ണടച്ച് നിൽക്കുന്നതും വളരെ വലിയ തെറ്റാണെന്നാണ് താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന രൂപത്തിലും വൈസ് പ്രസിഡന്റ് എന്ന രൂപത്തിലും ഫാത്തിമ താത്താക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. എത്ര തവണ പരാതി കൊടുത്താണ്, പല തവണ പരാതികൾ കൊടുത്തിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനകീയ സമരങ്ങൾ ഒരുപാടേറെ നടത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമി അടക്കം നിരന്തര സമരങ്ങൾ നടന്നിട്ട് പോലും ഇതിനൊരു പ്രതിവിധി ഇതുവരെ ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ആൻഡ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. സീനിയർ ഫയർമാൻ അരുൺ രാജ്, ഫയർമാൻമാരായ ശ്രീജിത്ത്, അനുരാഗ്, സജിത്ത്, ഡ്രൈവർ സുധീർ, ഹോംഗാർഡ് രജീഷ് കുമാർ എന്നിവർ ചേർന്നാണ് ഇരുമ്പ് പട്ടകൾ മുറിച്ചു നീക്കിയത്.